ഷാജഹാനാണ് കൊടുങ്ങല്ലൂരിൽ നിന്നും. ശ്രീ ഷാജഹാൻ, മുന്നിൽ നിന്ന് നയിക്കേണ്ട സമയമാണ് ഇപ്പോൾ കോൺഗ്രസ്. 10 വർഷമായി ഭരണത്തിന് പുറത്തു നിൽക്കുന്ന പാർട്ടിയാണ്. അവരിപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക പോലും അന്തിമമാക്കാൻ കഴിയാതെ സുധാകരന് മുന്നിൽ വഴങ്ങി നിൽക്കുകയാണ്. എന്താണ്? സുധാകരൻ ഈ പാർട്ടിയെ നശിപ്പിക്കും എന്നാണ് എൻ്റെ ഒക്കെ അഭിപ്രായം. ഇപ്രാവശ്യം ഏതായാലും UDF അധികാരത്തിൽ വരും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ഒരു UDF പ്രവർത്തകനാണ്. പക്ഷെ ഇപ്രാവശ്യം ഇനി പ്രവർത്തിക്കില്ല. ഞാൻ കയ്പമംഗലം മണ്ഡലത്തിലാണ്. അതേപോലെ തന്നെ സുധാകരൻ ഇപ്പോ ജയിച്ച് എന്ന് വിചാരിച്ചോ, മന്ത്രിയാകാൻ വേണ്ടിയിട്ടാണല്ലോ പുള്ളി നിൽക്കുന്നത്. LDF അധികാരത്തിൽ വന്നാല് സുധാകരൻ എന്ത് ചെയ്യും? ഏത് MLA സ്ഥാനം രാജിവെക്കുവോ അല്ലെങ്കിൽ MP സ്ഥാനം രാജിവെക്കുവോ? അതാണ് ചോദ്യം. ശരി, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി മറിച്ചാണ് അധികാരം ഉണ്ടാകുന്നതെങ്കിൽ ഏത് സ്ഥാനമായിരിക്കും രാജിവെക്കുന്നതെന്ന്. മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ടാണല്ലോ പുള്ളി ഈ കളിയൊക്കെ കളിക്കുന്നത്. അപ്പൊ പുള്ളി MLA സ്ഥാനം രാജിവെക്കുവോ? ജയിച്ചു കഴിഞ്ഞാല് UDF അധികാരത്തിൽ വരില്ല ഇപ്രാവശ്യം. ശരി, ചോദ്യം ഇങ്ങനെ സ്ഥിരമായി മാറി മാറി മത്സരിക്കുന്നവർക്ക് പറ്റിയ ഒരു ചോദ്യം തന്നെയാണ്. ഈ മന്ത്രിയാവാൻ വേണ്ടി MP സ്ഥാനം കഴിഞ്ഞ് MLA സ്ഥാനത്ത് മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞു, ഭരണം കിട്ടിയില്ലെങ്കിൽ പിന്നീട് MLA സ്ഥാനം രാജിവെക്കുമോ MP സ്ഥാനം രാജിവെക്കുമോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ടല്ലോ. അത് ശരിയായ ഒരു ചോദ്യം തന്നെയാണ്. ശ്രീ ഷാജഹാൻ, ശ്രീ അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ അനിയൻകുട്ടൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്താണ് നിങ്ങളുടെ പാർട്ടിയിൽ ഇങ്ങനെ ഈ ഇറങ്ങി പ്രവർത്തിച്ച് നിൽക്കേണ്ട സമയത്താണ് നിങ്ങളുടെ പാർട്ടിക്കാരുടെ നേതാക്കളെല്ലാം കൂടി ഇങ്ങനെ അടികൂടി നിൽക്കുന്നത്? എന്താ അനിയൻകുട്ട സംഭവിക്കുന്നത്? സാറേ നമസ്കാരം. നമസ്കാരം. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ശരി, ഇപ്പൊ കിട്ടിയല്ലോ, പറഞ്ഞോളൂ. പറ്റിയ സമയത്ത് തന്നെ കിട്ടിയത്. അതെ, ഇന്നത്തെ സമയം നല്ല സമയമാണ്. ഇതൊരു വിഷയമല്ലേ സാറേ? ഇപ്പം 10-19 ദിവസം ഞങ്ങൾക്ക് 5 ദിവസം കിട്ടിയാൽ മതി. ഇത് സുധാകരന്റെ വിഷയമൊന്നുമല്ല, ഇതൊക്കെ വേറെ കളിയായത്. അതായത് ഇങ്ങനെ ഇട്ട് താമസിച്ചെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് 9 MP മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് സുധാകരൻ അവിടെ ചെന്ന് സുധാകരന്റെ കളിയായത് അല്ല. സുധാകരൻ പാർട്ടിക്ക് എതിരൊന്നും അല്ലത്. അദ്ദേഹം പാർട്ടിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുദായ നേതാവാണ്, പ്രവർത്തക സമിതി അംഗമാണ്. അദ്ദേഹം ഇതറിയാം. ഇത് വഷളാകാൻ വേണ്ടി ഹൈക്കമാൻഡ് സുധാകരനൊക്കെ കൂടി കളിച്ച കളിയായത്. അതിന് പിന്നെ അതുകൊണ്ട് ഇത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെ. ചിലപ്പോൾ അദ്ദേഹം സീറ്റോ കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ഇവിടെ പാർട്ടി വിളരുന്നൊക്കെ വാർത്താ ചാനലിനൊക്കെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെ. ഇത് ഇപ്പൊ 10-19 ദിവസം ഉണ്ടെന്ന് പറഞ്ഞാലേ 5 ദിവസം കിട്ടിയാൽ മതി. 5 ദിവസം പ്രചാരണം എന്ന് പറഞ്ഞാൽ അതൊരു ഇടി മുഴക്കം തന്നെയായിരിക്കും. അതുകൊണ്ട് ഇബ്രാഹിമാണ് പാലക്കാട് നിന്നാണ്. ഇബ്രാഹിം, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇറങ്ങി പ്രവർത്തിക്കേണ്ട സമയം, സർക്കാരിനെ അറ്റാക്ക് ചെയ്ത് മുന്നേറേണ്ട സമയം, ആ സമയത്ത് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് അതിനൊന്നും സമയമില്ലാതെ അവർ സ്ഥാനാർത്ഥി പട്ടികയുടെ പിന്നാലെ നടക്കുകയാണ്. പറഞ്ഞോളൂ. സുധാകരൻ നിന്നൊരു വ്യക്തി കോൺഗ്രസിന്റെ നെടുന്തൂണാണ്. മൂപ്പര് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ നിയമസഭയ്ക്ക് മത്സരിക്കണം, ജയിക്കണം, ഒരു മന്ത്രി ആവണം എന്നുള്ള ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാളും കൂടിയാണ്. മൂപ്പർക്ക് കിട്ടേണ്ടതാണ് അവസരം, മൂപ്പർക്ക് കൊടുക്കേണ്ടതാണ്. മൂപ്പര് മന്ത്രിയായതല്ലേ? മന്ത്രിയാവണം. ഇനിയും ഈ ആഗ്രഹവുമായി നിന്ന് കഴിഞ്ഞാൽ അടുത്ത ലോക്സഭയിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും. ആ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലോക്സഭയിലെ എണ്ണം പ്രധാനമാണ്. അപ്പോൾ അവിടെ കണ്ണൂരിൽ നിന്ന് ജയിക്കുമെന്ന് ഉറപ്പുണ്ടോ? അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളില്ലേ? ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ എല്ലാ സ്ഥലത്തും ജയിച്ചിട്ടേ ഉള്ളൂ, എവിടെയും പരാജയപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ കണ്ണൂർ ഉപതെരഞ്ഞെടുപ്പ് വന്ന ബഹുഭൂരിപക്ഷത്തിന് ആരും എന്നാലും ജയിക്കും, അതിൽ യാതൊരു സംശയമില്ല. ശരി, താങ്കളുടെ ആഗ്രഹം അങ്ങനെയാണ്. ഇബ്രാഹിമാണ് പ്രതികരിച്ചത്. നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. ശ്രീ രാജീവാണ് കൊല്ലത്തുനിന്ന്. ശ്രീ രാജീവ്, താങ്കൾ എങ്ങനെയാണ് ഈ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രതിസന്ധിയെ കാണുന്നത്? സാറേ, ഇത് ഹൈക്കമാൻഡില്ലേ, ഈ ഹൈക്കമാൻഡൊന്നും ആരും അംഗീകരിക്കാത്ത ആൾക്കാരാണ്. ഈ KC വേണുഗോപാൽ, ഈ രാഹുൽ ഗാന്ധി. അങ്ങനെ പറയാൻ കഴിയുമോ ശ്രീ രാജീവേ? ഒരു പാർട്ടിയുടെ രാഹുൽ ഗാന്ധിയൊക്കെ ഒരു പാർട്ടി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. KC വേണുഗോപാൽ ആ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും സംഘടനാകാര്യ ചുമതലക്കാരനും ഒക്കെയാണ്. അങ്ങനെയുള്ളവർ ആരും അംഗീകരിക്കില്ല എന്ന് പറയാൻ കഴിയില്ല. ആ പാർട്ടിക്കാർ എന്തായാലും അംഗീകരിക്കുന്നുണ്ട്. മറ്റു പാർട്ടിക്കാർ അംഗീകരിക്കണോ ഇല്ല എന്നുള്ളത് അവരുടെ വിഷയമാണ്. അവരൊക്കെ അംഗീകരിക്കുന്ന പാർട്ടിയൊക്കെ ആണെങ്കിൽ അടികളിങ്ങനെ ഈ നേതാക്കന്മാർക്ക് ഇങ്ങനെ മിണ്ടുവോ? ഇതൊക്കെ KC വേണുഗോപാലും ഈ രാഹുൽ ഗാന്ധിയൊക്കെ ഈ കോൺഗ്രസിനെ ഈ പരിവാക്കിയത്. ഈ വടക്കേന്ത്യയിലൊക്കെ ഇവരാരെങ്കിലും പറഞ്ഞാൽ കേൾക്കുന്നാന്ന് പറയുന്നത് കേൾക്കത്തില്ല. ഇവിടെ അങ്ങനെ തന്നെ. ഇവിടെ ഇവർക്കുള്ള പരിപാടി അത് തന്നെ. അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ഇപ്പം BJPയുടെയൊക്കെ അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പാർട്ടിക്ക് പുറത്താ. അവർക്ക് ആ ചിഹ്നം മതി, താമര മാത്രം മതി.
അതാണ് ഒരു കഴിവെന്ന് പറയുന്നത്. ഇതൊക്കെ ചുമ്മാതെ വേഷം കെട്ടി കിടക്കുന്ന. അതായത് ഞാൻ പറയാം, എന്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ BJPക്ക് അങ്ങ് വോട്ട് കൊടുക്കുക നല്ലത്. അവരങ്ങ് ജയിക്കട്ടെ, എങ്കിലേ ഇവരൊക്കെ നേരെയാവും. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ അജയകുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ അജയകുമാർ, പോരാട്ട മുഖത്ത് നിൽക്കേണ്ട സമയത്ത് പോരാട്ടത്തിന് പകരം ഉള്ളിൽ പരസ്പരം പോരാടുകയാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ. എന്താണ് പറയാനുള്ളത്? ശ്രീ മനു, സോറി കിരൺ, ഇത് നിങ്ങൾ ഈ സൈക്കിളിൽ കയറിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ വിളിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നത്. ശരി, ഓക്കെ. അപ്പം ഒരു സജഷനുണ്ട്, ആ പുറയിൽ ഒരു കൊട്ട വെച്ചായിരുന്നു നല്ലതായിരുന്നു, അതിനകത്തിൽ മനുവിനെ അങ്ങ് ഇരുത്തിയായിരുന്നത് നല്ലതായിരുന്നു. സൈക്കിളിന്റെ പുറയിൽ കൊട്ട വെച്ചാലല്ലോ ആളിനെ ഇരുത്തുന്നത്. സ്റ്റാൻഡിൽ അതിന്റെ പുറയിലൊരു സ്റ്റാൻഡ് കാണും, ആ സ്റ്റാൻഡിലല്ലേ കരിയർ വേണം, കരിയറിലല്ലേ ഇരുത്തുന്നത്. അല്ല, ഒരു കൊട്ട വെച്ചിട്ട് അതിനകത്തിലങ്ങ് ഇരുത്തിയാൽ മതി. മനു അറിയണ്ട ഞാനിങ്ങനെ സജഷൻ. ശരി, ഓക്കെ. മനു കേൾക്കുന്നുണ്ട്, പറഞ്ഞെടുക്കാം. ഓക്കെ, വിഷയത്തിലേക്ക് വരാം. ഇതിപ്പോൾ 3-4 ദിവസത്തിന് മുമ്പ് തന്നെ ഇവര് ഒരു മാസത്തിന് മുമ്പ്, ഒരാഴ്ചക്ക് മുമ്പ് അവരെടുത്ത തീരുമാനമാണ് MP-മാർ ആരും മത്സരിക്കുന്നില്ല എന്ന്. ആ ഒരൊറ്റ കാര്യത്തിൽ ഉറച്ചു നിൽക്കാതെ പോയതാണ് ഇവരുടെ ഏറ്റവും വലിയ തകരാറെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പൊ ഒരു പബ്ലിക്കിന്റെ മുമ്പിൽ, അവരുടെ പ്രവർത്തകരുടെ മുമ്പിൽ അപഹാസ്യരായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ നിങ്ങളെല്ലാം എഴുതി കാണിക്കുന്നുണ്ട് ഇത്. ഓക്കെ, ഇത് ഓഫ് കോഴ്സ് ഇത് കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം വിഷയമാണ് എങ്കിൽ തന്നെയും ഇവിടെ പൊതുസമൂഹത്തിൽ നിൽക്കുമ്പോൾ നമ്മളൊക്കെ ഇതിന്റെ അഭിപ്രായം പറയും. ഏത് പാർട്ടിയുടെ ആയാലും അതിന്റെ വെളിച്ചത്തിലൊരു അഭിപ്രായം പറയുകയാണ്. നിങ്ങളിങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന്. എൻ്റെ ഒരു വീഡിയോ ഇരിപ്പുണ്ട്, നിങ്ങളൊക്കെ കണ്ടതുമായിരിക്കാം. ഏതോ ഒരു മീറ്റിംഗിൽ ഇങ്ങനെ സ്വകാര്യമായിട്ട് അടുത്ത് നിൽക്കുന്നവരടുത്ത് നമ്മുടെ മല്ലികാർജുന ഖാർഗെ പറയുന്നുണ്ട്, ഹൈക്കമാൻഡോ പൂച്ചോ എന്ന്. ഹൈക്കമാൻഡിനോട് ചോദിക്കാനെന്ന്. അപ്പൊ പാർട്ടിയുടെ പ്രസിഡന്റ് പോലും ഹൈക്കമാൻഡ് അല്ല, അദ്ദേഹം തന്നെ പറയുന്നത് ഹൈക്കമാൻഡിനോട് ചോദിക്കാനെന്നാണ്. അപ്പൊ ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ മുമ്പിൽ കാണാൻ പറ്റുന്നത് ശ്രീ KC വേണുഗോപാലും ശ്രീ രാഹുൽ ഗാന്ധിയുമാണ്. ഇവർക്ക് രണ്ടും കൂടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ലേ? അപ്പൊ എവിടേക്കാണ് ഈ പാർട്ടി എവർ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? ഇവരിവിടെ 100 സീറ്റും പിടിച്ച് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിക്കുള്ളിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പരിഹരിക്കാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. വ്യക്തികളിലേക്ക് പാർട്ടി ചുരുങ്ങുകയാണ് ഓരോ കോണിലും. ഇപ്പൊ അടൂർ പ്രകാശ് ആയാലും, അല്ലെങ്കിൽ ഇപ്പൊ സുധാകരൻ ശക്തമായിട്ട് നിൽക്കുന്നു. രാഘവൻ മിണ്ടുന്നില്ലെങ്കിലും പുള്ളിയുടെ മൗനത്തിൽ പുള്ളി പറയുന്നുണ്ട് പുള്ളിക്ക് മത്സരിക്കണമെന്ന്. അങ്ങനെ പലരും, ഷാഫി, ഇവരെല്ലാരും പറയുന്നുണ്ട്. ഇതൊക്കെ ഏത് രീതിയിലാണ് ഇലക്ഷനെ ബാധിക്കാൻ പോകുന്നതെന്ന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ളവർക്ക് ഭരണം കൊടുക്കണോ എന്ന് ജനങ്ങൾ ഇതിനകം തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ബിനോയ് ആണ് കൊല്ലം. ശ്രീ ബിനോയ്, ഈ താങ്കളെപ്പോലെയുള്ള പാർട്ടി പ്രവർത്തകരൊക്കെ ഊർജ്ജസ്വലമായി നിന്ന് പ്രവർത്തിച്ച് നാട്ടിൽ വിജയമുണ്ടാക്കാനും ഭരണം പിടിക്കാനും വേണ്ടി ആഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ നേതാക്കൾ ഇങ്ങനെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും വൈകിച്ചു കൊണ്ടുപോകുന്നു. എന്താണ് നിങ്ങളുടെ പാർട്ടിയിൽ സംഭവിക്കുന്നത്? നമസ്കാരം കിരൺ, എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. എന്റെ നേതാക്കന്മാരോട് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.